നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. കേരള നവോത്ഥാനത്തിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നും. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? എ കെ ഗോപാലൻ്റെ കൃതിയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. ആരുടെ കൃതിയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി? എ കെ ഗോപാലൻ്റെ കൃതിയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏതു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്നത് മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏതു പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആരാണ്? കെ കേളപ്പനെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? കേരള ഗാന്ധി എന്നും അറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി. അപ്പോൾ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതും കെ കേളപ്പനാണ്. കേരളത്തിലെ വിവേകാനന്ദൻ ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പനാണ്. കേരള വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമിയാണ്. ആഗമാനന്ദ സ്വാമികളെയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത്. ആരെയാണ്? ആഗമാനന്ദ സ്വാമികളെയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനെയാണ്. ആരാണ്? ടി കെ മാധവനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് എ കെ ഗോപാലൻ്റെ കൃതിയാണ്. എന്താണ്? കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുകാർക്ക് എന്നത്. ആ ഒരു മുദ്രാവാക്യം. വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനാണ് കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പനാണ് വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. കേരളത്തിലെ വിവേകാനന്ദൻ ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികളാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവാണ് ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ടി കെ മാധവൻ. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവിനെയാണ്. ആരെയാണ്? ഡോക്ടർ പൽപ്പുവിനെയാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയത്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് ഡോക്ടർ പൽപ്പു ആണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാരാ? ശ്രീനാരായണ ഗുരുവാണ്. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതും ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളു അമ്മയാണ്. ആരാണ്? എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത. അപ്പോൾ എന്താണ് ചോദ്യം? മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? എ വി കുട്ടിമാളു അമ്മയാണ് മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത. കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണ്? 1812 കുറിച്യർ കലാപം നടന്നത്. കുറിച്യർ കലാപം നടന്ന വർഷം എന്നാണ്? 1812.
ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം എന്ന കൃതി രചിച്ചത്. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന്. ആരാണ് ദൈവദശകം രചിച്ചത്? ശ്രീനാരായണ ഗുരുവാണ് ദൈവദശകം രചിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? അങ്ങനെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കറാണ്. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നാണ്. എന്താണ്? ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നാണ്. അപ്പോൾ മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയത് AV കുട്ടിമാളു അമ്മയാണ്. കുറിച്യർ കലാപം നടന്നത് 1812 ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സർദാർ KM പണിക്കറാണ്. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ കുഞ്ഞൻപിള്ള എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര്. ഇവിടെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നും ദൈവദശകം എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്നും ചോദിച്ചാൽ രണ്ടിനും ഉത്തരം ശ്രീനാരായണ ഗുരുവാണ്. മലബാറിലെ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് AV കുട്ടിമാളു അമ്മ. ഒപ്പം എന്താണ്? ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. അത് മറക്കാൻ പാടില്ല. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. എന്നാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പനാണ്. അതുപോലെ തന്നെ വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ കൂടിയാണ് കേളപ്പൻ. കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമികളാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് TK മാധവനാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളത് ഏതാണ്? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മുദ്രാവാക്യം.